ഹലോ മക്കളെ, എല്ലാവരും എത്തിയോ? വെൽക്കം ടു മൈ ചാനൽ. ഐ ആം സ്പേഷ്യൻ. നമുക്ക് മുത്തശ്ശി കഥ ആരംഭിച്ചാലോ? 1930 കാലഘട്ടത്തിലായിരുന്നു സംഭവം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. തിരുക്കൊച്ചിയിൽ മുത്തശ്ശിയുടെ ജനനം. മുതുമുത്തശ്ശിയുടെ രണ്ടാമത്തെ മകളായാണ് മുത്തശ്ശി ജനിച്ചത്. ആകെ 7 മക്കൾ. അന്നത്തെ കാലത്ത് അറിയാലോ, പട്ടിണിയും ദാരിദ്ര്യവും പോരാത്തതിന് ബ്രിട്ടീഷ് ഭരണ സമയവും. എന്നാലും പരസ്പര സ്നേഹത്തോടെ നാളുകൾ മുൻപോട്ട് പോയി. മുത്തശ്ശി 5ാം ക്ലാസ് വരെ പഠിച്ചു. അന്നൊക്കെ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത് 10 വയസ്സാകുമ്പോഴാണ്. 16ാം വയസ്സിൽ മുത്തശ്ശിയെ 2ാം ക്ലാസ് വരെ മാത്രം പഠിച്ച് അത്യാവശ്യം അംഗ്രേസി ഭാഷ കൈവശമുള്ള, അതായത് ഇംഗ്ലീഷ് ഭാഷ, കൃഷ്ണൻ എന്നു പേരുള്ള യുവാവ് അന്നത്തെ KCBയിൽ ചെറിയൊരു ജോലിക്കാരനായിരുന്നു. അദ്ദേഹം മധ്യ തിരുവിതാംകൂറിൽ ആയിരുന്നു. മിന്നുകെട്ടി കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവർ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങി. 16ാം വയസ്സ് വരെ ജീവിച്ചതിനേക്കാളും കഷ്ടപ്പാടായിട്ടാണ് മുത്തശ്ശിയുടെ ഇവിടുത്തെ ജീവിതം. കൂട്ടുകുടുംബത്തിലെ പല പ്രശ്നങ്ങൾ. അന്നൊക്കെ സ്ത്രീകൾ മാസത്തിൽ 4 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു ആചാരമുണ്ടായിരുന്നു. അടുക്കളയിൽ കയറ്റില്ല. ഒരു പായ മാത്രം. അതിലൊരു മൂലയ്ക്ക് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രം അനുമതി. അതൊക്കെ അന്നത്തെ ഒരു വളരെ പരിതാപകരമായ വ്യവസ്ഥയായിരുന്നു. കാർന്നോർമാർ പറയുന്നത് ഇളമുറക്കാർ കേട്ടിരിക്കണം. ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ചിലർ പറയും അത്രയും ദിവസം സ്ത്രീകൾക്ക് വിശ്രമം കൊടുക്കുന്നതാണെന്ന്. ഭക്ഷണം മാത്രം നേരത്തിന് കിട്ടും. സ്വന്തം ഭർത്താവിനെയോ കുട്ടികളെയോ നേരത്തിന് ഒന്ന് കാണുകയോ തൊടാൻ പോലും അനുവാദമില്ല. അതൊക്കെ വിശ്രമമാണോ? അങ്ങനെ അനുഭവിച്ചവർക്കേ ആ മനസ്ഥിതി അറിയൂ. അതിലൊന്നും തളരാതെ വീട്ടുകാര്യങ്ങളിൽ മുഴുകി മുത്തശ്ശിയെ കൊണ്ടുവന്ന് 5 വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ കുട്ടി പിറന്നത്. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുഞ്ഞുണ്ടാവുന്നത് കണ്ടപ്പോൾ മച്ചി എന്നുള്ള പേരും വീണു. അന്നൊന്നും ആശുപത്രികളിൽ പോകുന്ന പതിവില്ലല്ലോ. മുത്തശ്ശിയുടെ പ്രാർത്ഥന കേട്ടിട്ട് 5ാം വർഷം ഒരു പെൺകുഞ്ഞ് ഉണ്ടായി. അത് കണ്ടപ്പോഴും എല്ലാവരും പറഞ്ഞു ആൺകുട്ടി ഉണ്ടാവാഞ്ഞതിന്. ആദ്യത്തെ പെൺകുട്ടി ആയെന്ന് പറഞ്ഞിട്ട് ആക്ഷേപം. മുത്തശ്ശൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് ആൺകുഞ്ഞായിരുന്നു. അവരുടെ വക പരിഹാസം എല്ലാം കേട്ട് തളരാൻ നിന്നില്ല മുത്തശ്ശി. പക്ഷേ ഉള്ളിലൊരു ഭയം. ഇനി അടുത്തതും പെൺകുഞ്ഞായി തീരുമോ? ഇവരൊക്കെ ഇനി എന്താകും പറയുക? ആ നിമിഷം നേർച്ച നേർന്നു. ആൺകുഞ്ഞിനെ കിട്ടിയാൽ അമ്പലങ്ങളിൽ പോകാമെന്നൊക്കെ. പഴനി, തിരുപ്പതി, അങ്ങനെ വലിയ വലിയ നേർച്ചകളാണ് മുത്തശ്ശി നേർന്നത്. അങ്ങനെ നോക്കിയിരുന്ന് അടുത്ത കുഞ്ഞ് വരാനായി. മുത്തശ്ശി പ്രാർത്ഥനയോടെ കാത്തിരുന്നു ഒരു ആൺകുഞ്ഞിനെ. ആ കുഞ്ഞ് ആൺകുഞ്ഞായിരുന്നോ അതോ പെൺകുഞ്ഞായിരുന്നോ? നെക്സ്റ്റ് പാർട്ട് കണ്ടിന്യൂഡ്. ഓക്കേ.